ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മുനമ്പം വിഷയം ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി ശോഭ കരന്തലജെ പറഞ്ഞു. ഇത്രയും ആഴ്ചകളോളമായി ഈ പ്രശ്നം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ ആയിരക്കണക്കിന് ജനങ്ങൾക്കാണ് അവരും അവരുടെ പൂർവികരും അധ്വാനിച്ചുണ്ടാക്കിയ മണ്ണ് നഷ്ടപ്പെടുന്നത്. ഈ സാഹചര്യം രാജ്യത്തിന്റെ ബഹുസ്വരതയെ തന്നെ തകർക്കുന്നതാണ്. വഖഫ് ഭേദഗതി പാസ്സാകുന്നതോടെ മുനമ്പം പ്രശ്നം മാത്രമല്ല പരിഹരിക്കപ്പെടുന്നത്, ഈ സ്വതന്ത്ര ഭാരതത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു ക്യാൻസറിനെ മുറിച്ചു മാറ്റിയെന്ന് സമാധാനിക്കാം ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക്. ഇത് ഒരുപാട് ജനതയുടെ കണ്ണീരൊപ്പും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ഈ നിയമം നരേന്ദ്രമോദിക്ക് ഭേദഗതി ചെയ്യാൻ കഴിഞ്ഞാൽ. മുനമ്പം സമരപ്പന്തലിലെത്തിയ കേന്ദ്രമന്ത്രി വഖഫ് ഭീഷണി നേരിടുന്ന ജനങ്ങളുടെ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിച്ചു. ഇന്ന് രാജ്യത്തെ നിരവധി ക്ഷേത്രങ്ങളുടെയും മഠങ്ങളുടെയും പള്ളികളുടെയും ഭൂമി വഖഫിന്റെ കീഴിലാണ് എന്നാണ് അവകാശപ്പെടുന്നത്. കർണാടകയില് കർഷകരുടെ കൈവശമുള്ള ഭൂമികൾ പലതും വഖഫ് സ്വത്തിന്റെ കീഴിലായി. വഖഫ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ വഖഫ് ട്രിബ്യൂണലിനെതിരെ കർണാടകയിലെ ബിജാപൂരിൽ കഴിഞ്ഞ ആഴ്ച സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ പങ്കാളിയായിരുന്നു ഈ കേന്ദ്രമന്ത്രി. 4 ദിവസം പകലും രാത്രിയും ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നത്രേ. കേന്ദ്ര സർക്കാർ വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചതോടെ നിരവധി കർഷക ഭൂമികളാണ് ഇപ്പോൾ വഖഫ് ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കർഷകരുടെ പേരിൽ ഉണ്ടായിരുന്ന ഭൂമി കഴിഞ്ഞ 6 മാസമായി വഖഫ് സ്വത്തായി കണക്കാക്കുന്ന അപകടകരമായ കാഴ്ചയാണ് വ്യാപകമായി ഈ രാജ്യത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് അതിലെവിടെയും വഖഫിനെ കുറിച്ചിട്ട് ഒരു കുത്തോ കോമയിലോ പോലും പരാമർശമില്ലാതിരിക്കെ അന്നത്തെ കാലത്ത് വഖഫ് എന്ന കാര്യത്തെ ചൊല്ലി ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തെയാണ് ഇവർ ആരോപിക്കുന്നത്. പിന്നീട് 1954 ഇത്തരം ഒരു ചിന്ത തന്നെ ഉടലെടുക്കുന്നത്. പാകിസ്ഥാനിലേക്ക് പോയ ആളുകൾ ഇവിടെ ഉപേക്ഷിച്ചു പോയ ഭൂമി വഖഫ് ഭൂമിയായി പരിഗണിക്കാമെന്ന ചിന്തയാണ് ആദ്യമായി വഖഫ് ഉണ്ടാക്കിയ ആളുകളുടെ തലച്ചോറിൽ ഉരുത്തിരിഞ്ഞത്. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഈ രാജ്യം മുഴുവനും പിടിക്കാൻ വേണ്ടി ഇസ്ലാമിക രാഷ്ട്രമാക്കാനുള്ള തയ്യാറെടുപ്പിൽ നിന്ന് കുശാഗ്രബുദ്ധിക്കാരായ മുസ്ലിങ്ങളിൽ നിന്നും ഉടലെടുത്ത ഒരു വക്ര ആശയമാണ് വഖഫ്. 1955 അന്നത്തെ സർക്കാർ വഖഫ് നിയമം ഭേദഗതി ചെയ്തു. സെക്ഷൻ 40 എഴുതിയിരിക്കുന്നത് ഏറ്റവും വലിയ അപകടത്തിലേക്കാണ് വഴിവെച്ചത്. ഏതെങ്കിലും ഒരു ഭൂമി വഖഫ് സ്വത്താണ് എന്ന് അവർ കരുതിയാൽ വിശ്വസിച്ചാൽ പോലും അത് വഖഫ് ഭൂമിയായി മാറുമത്രേ. സാധാരണഗതിയിൽ ഭൂമി പ്രശ്നവുമായി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നമുക്ക് വിവിധ കോടതികളെ സമീപിക്കാൻ കഴിയും. കീഴ്ക്കോടതി മുതൽ സുപ്രീം കോടതി വരെ നിയമയുദ്ധം നടത്താം. എന്നാൽ വഖഫ് സെക്ഷൻ 80 പ്രകാരം വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പരാതി ഉണ്ടെങ്കിൽ വഖഫ് ട്രിബ്യൂണലിനെ മാത്രമാണ് സമീപിക്കാൻ കഴിയുന്നത്. വഖഫ് ട്രിബ്യൂണലിലാണെങ്കിൽ ഉടമസ്ഥ ഈ ഇതര മതവിഭാഗത്തിൽ ആരും തന്നെ ഇല്ലെന്ന് നമുക്കറിയാം. ന്യൂനപക്ഷ മതവിഭാഗത്തിലെ മറ്റാരും തന്നെ ട്രിബ്യൂണലിലില്ല. മുസ്ലിം മതവിഭാഗക്കാർ മാത്രം ചേർന്നാണ് വഖഫ് ട്രിബ്യൂണലിൽ കാര്യങ്ങൾ തീരുമാനിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ ഏകപക്ഷീയമായ പരിഹാരമല്ലാതെ എന്ത് ലഭിക്കും? കേന്ദ്രമന്ത്രി ശോഭ കരന്തലജയും ചോദിച്ചത് ഇത് തന്നെയാണ്. മുസ്ലിങ്ങളുടെ ഭൂമി മാത്രം പിടിച്ചെടുക്കട്ടെ, അതല്ലേ നിങ്ങൾക്ക് ഹലാലാകും? നിങ്ങൾക്ക് എന്തിനാണ് കാഫിറുകൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് അല്ലാഹുവിന്റെ പേരിൽ വെച്ച് കെട്ടിക്കൊടുക്കുന്നത്? ഇത് മുസ്ലിങ്ങളുടെ ഭൂമി മാത്രം വഖഫിന്റെ സ്വത്താണ് എന്ന് പിടിച്ചെടുത്താൽ ആർക്കും ഒരു പരാതിയും ഉണ്ടാകില്ല. അല്ലാഹുവിന് വേണ്ടി ദാനം ചെയ്യുന്നതായതുകൊണ്ട്, വഖഫ് ചെയ്ത് സമർപ്പിക്കുന്നതായതുകൊണ്ട് മുസ്ലിങ്ങളും പരാതിയുമായിട്ട് വരില്ല. ഇത് കാഫിറുകളുടെ സമ്പത്ത് വരെ പിടിച്ചെടുക്കുകയും കാഫിറുകളുടെ കിടപ്പാടം വരെ പിടിച്ചെടുക്കുകയും ചെയ്തിട്ട് അതിന്റെ നിയമ പോരാട്ടം വഖഫിനോട് തന്നെയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധത. ഇപ്പോഴിതാ പുതിയൊരു പ്രസ്താവന വന്നിട്ടുണ്ട്. ഇന്ന് മുനമ്പത്തെ കുടുംബങ്ങൾക്ക് താൻ ചെയർമാനായിരുന്ന സമയത്ത് നോട്ടീസ് അയച്ചിട്ടില്ലെന്ന്
CPM നേതാവ് TK ഹംസ വഖഫ് ബോർഡ് ചെയർമാനായിരുന്ന സമയത്താണ് നോട്ടീസ് അയച്ചതെന്നും വഖഫ് ബോർഡിന്റെ മുൻ ചെയർമാൻ പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ പറയുന്നു. VS അച്യുതാനന്ദൻ സർക്കാർ നിയമിച്ച നിസാർ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരമാണ് വഖഫ് ഭൂമി ഏറ്റെടുക്കാൻ നിർദ്ദേശം വന്നതെന്നും റഷീദ് അലി തങ്ങൾ പറഞ്ഞു. 2008 കാലഘട്ടത്തിൽ VS അച്യുതാനന്ദൻ സർക്കാരാണ് നിസാർ കമ്മീഷനെ നിയമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം റിപ്പോർട്ട് വന്നു. അത് സർക്കാരിന് സമർപ്പിച്ചു. 2010 ആ സ്വത്ത് തിരിച്ചു പിടിക്കണമെന്ന് സർക്കാരിന്റെ ഉത്തരവ് വന്നു. അതിനെതിരെ അവിടെ താമസിക്കുന്നവർ ഹൈക്കോടതിയിൽ ഹർജി നൽകി. 2016 ഭൂമി തിരിച്ചു പിടിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ് വന്നു. എന്നാൽ വഖഫ് ബോർഡ് നോട്ടീസ് അയച്ചില്ല. ഒടുവിൽ കോടതി അലക്ഷ്യ നോട്ടീസാണ് വന്നത്. പിന്നീട് ഭൂമി തിരിച്ചു പിടിക്കണമെന്ന് നോട്ടീസ് അയച്ചത് എന്റെ ശേഷം വന്ന വഖഫ് ബോർഡ് കമ്മിറ്റി ആയിരുന്നു എന്ന് പാണക്കാട് പറഞ്ഞു. അന്ന് TK ഹംസയായിരുന്നു ചെയർമാൻ. അദ്ദേഹമാണ് നോട്ടീസ് അയച്ചത്, ഞാനല്ല. സർക്കാർ വിചാരിച്ചാൽ ഈ വിഷയം പരിഗണിക്കാവുന്നതേ ഉള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവിടെ താമസിക്കുന്നവരെ ഇറക്കി വിടാതെ മാനുഷിക പരിഗണന നൽകാവുന്നതാണ് എന്നും റഷീദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഇന്ന് സോഷ്യൽ മീഡിയ കാലഘട്ടമായതുകൊണ്ട് മാധ്യമങ്ങളിൽ വൈറലാകാൻ കിട്ടുന്ന ഒരു സാഹചര്യവും ചില ആളുകൾ പാഴാക്കാറില്ല. പ്രത്യേകിച്ച് സെലിബ്രിറ്റി താരങ്ങൾ അവരെന്തു പറയുന്നു. ഇപ്പോ ഓൾ ഐസ് ഓൺ റാഫ, ഓൾ ഐസ് ഓൺ ഗാസയെയും റാഫയെയും ഒക്കെ നോക്കിയ ആളുകൾ എന്തുകൊണ്ടാണ് സ്വന്തം ജനതയെ നോക്കാൻ സാധിക്കാതെ പോകുന്നത്? ഒരുപാട് സിനിമാ താരങ്ങൾ, സെലിബ്രിറ്റികൾ, ഓൺലൈൻ മീഡിയ പ്ലാറ്റ്ഫോമിലെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, ഇവരാരും വരാത്ത ഒരു വേദിയിലേക്ക് നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ് വന്നിരിക്കുകയാണ്. സന്തോഷ് പണ്ഡിറ്റിന് എന്തൊക്കെയോ ഈ വിഷയത്തിൽ പറയാനുണ്ട്, കേൾക്കാം. നമ്മുടെ മെയിൻ മാധ്യമങ്ങൾ ഇത് കൂടുതൽ കണ്ടിട്ടില്ല. ഇവിടെ സത്യസന്ധമായിട്ട് പറയാണ്, ഇതിനെക്കുറിച്ച് ആർക്കും അധികം അറിയില്ല എന്നുള്ളതാണ് സത്യം. ഈ 2 ദിവസം മുമ്പ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സാർ വന്ന സമയത്ത് അന്നാണ് ഞാൻ ഈ മാധ്യമങ്ങളിലെല്ലാം ഒരു മുനമ്പം വിഷയം എന്ന് പറയുന്നത് വീണ്ടും എത്തുന്നത്. അപ്പൊ നമ്മള് കേന്ദ്രമന്ത്രി വന്നപ്പോ എന്താണ് ഈ വിഷയം എന്നുള്ളത് എന്നൊന്നും പഠിച്ചേക്കാം. കാരണം എന്ത് വിഷയം ഒരു വാദം ഒന്ന് സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് പറയണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വെറുതെ എന്തെങ്കിലും വിളിച്ചു പോയിട്ട് കാര്യമില്ല. അപ്പോഴാണ് ഈ വിഷയം പഠിച്ചു വന്നപ്പോൾ ഇത് വളരെ സീരിയസ് ആയ ഒരു വിഷയമാണെന്ന്. ഇതൊരു ഞാൻ ഫസ്റ്റ് വിചാരിച്ച ഒരു എറണാകുളത്ത് മുനമ്പം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കുറച്ച് ജനങ്ങളുടെ എന്തോ ഒരു പ്രശ്നമാണ്. ഇത് മുനമ്പം എന്ന് പറയുന്ന സ്ഥലത്ത് ജനങ്ങളുടെ പ്രശ്നമൊന്നല്ല, ഇത് ഇന്ത്യ മുഴുവനുള്ള ആളുകളുടെ എത്രയോ പേരുടെ പ്രശ്നമാണെന്ന് മനസ്സിലായി. ഇത് മുളയിലെ ഈ വിഷയം അതിന്റെ റൂട്ട് കോസ് കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നം ഉണ്ടാവുമെന്നും ഇത് വായിച്ചപ്പോൾ മനസ്സിലായി. പിന്നെയാണ് നമ്മുടെ ഫാദർ ഇവിടുന്ന് സിജിമയുടെ ഇവരൊക്കെ ആയിട്ട് സംസാരിച്ചു. അപ്പൊ അവരിൽ എനിക്ക് കുറച്ചുകൂടെ ഐഡിയാസ് എല്ലാം കിട്ടി. അപ്പൊ ആദ്യമായി ഞാൻ മനസ്സിലാക്കിയത് എന്താണ് എന്നുള്ളൊരു വിഷയം. കാരണം ഈ ഒരു വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ആ വിഷയത്തിൽ എല്ലാവിധ ആശംസയും നേരുന്നു, അല്ല ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു പോകുന്നു, ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഒരു കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ എന്താണ് വിഷയം, അതെങ്ങനെയാണ് ആ വിഷയം പരിഹരിക്കേണ്ടത്, അല്ലെങ്കിൽ അതിന് എന്താണ് നമ്മൾ നിരാഹാരത്തിനോട് മാത്രം കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഈ കോടതിയിൽ പോയപ്പോൾ ഏത് ആംഗിളിലൂടെ നമ്മൾ കോടതിയെ സമീപിക്കണം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞാൽ മാത്രമേ അല്ലേ. അല്ലാതെ വെറുതെ നമ്മൾ എന്ന് പറയുമ്പോൾ ഒരു മോറൽ സപ്പോർട്ട് മാത്രമാണ്. തീർച്ചയായിട്ടും മോറൽ സപ്പോർട്ട് ആവശ്യമാണ്. ഒരു മോറൽ സപ്പോർട്ടോടൊന്നും കാര്യമില്ല. എന്നെ വിളിച്ചപ്പോഴേ ഞാൻ ചോദിച്ചു, ഒരു സമരസമിതിയാണ്, അവർക്ക് പറ്റിയിട്ടുള്ള ചെലവുണ്ടാവും, ഞാനധികം ഹെൽപ്പ് ചെയ്യേണ്ടതുണ്ടോ. ഫസ്റ്റ് ഞാൻ ചോദിച്ചതാണ്. ഇപ്പോഴും ഞാൻ പറയുന്നു, ഇതിന് ശേഷം ലാസ്റ്റ് ഞാൻ പറയാം, എന്തെങ്കിലും സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ റെഡിയാവും. കാരണം വെറുതെ ഞാൻ അക്കൗണ്ട് കൊണ്ടിട്ട് പറ്റും ഒരു കാര്യമുള്ളൂ. എന്താണ് അവർക്ക് പ്രായോഗികമായി എന്തെങ്കിലും നടക്കണം. അപ്പൊ ഇനി ഞാൻ മനസ്സിലാക്കിയ, കാരണം എനിക്ക് അധികം സമയം കിട്ടിയിട്ടില്ല, നിങ്ങളുടെ കേന്ദ്രമന്ത്രി ഇവിടുത്തെ പോയതിനു ശേഷം ഞാൻ പഠിച്ചു വെച്ച സാധനങ്ങളാണ്, മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ചിലരോടൊക്കെ സംസാരിച്ചു. അപ്പൊ മനസ്സിലാക്കിയ കാര്യം, അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നെ തിരുത്തണമെന്ന് കൂടി ഞാൻ പറയാം. കാരണം ഞാൻ വേറെ ആളോട് പറയുമ്പോൾ അതന്നെയല്ലേ ഞാൻ ആ തെറ്റന്നെയല്ലേ പറഞ്ഞു പോവാം. അതായത് ഒരു 1902 ഒരു 1000 തിരുനാൾ മഹാരാജാവ് ഒരു സത്താർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കൃഷി ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഈ ഭാഗങ്ങൾ, എനിക്ക് തോന്നുന്നു 600 ഏക്കറോളം ഭാഗങ്ങൾ കൊടുത്തു. ഇങ്ങനെ കൃഷി അവിടെ ചെയ്തിട്ടുണ്ടാവില്ലെന്ന. അപ്പൊ അതിനുശേഷം 1947 ഇന്ത്യ മഹാരാജ്യം സ്വതന്ത്രമാവുകയും 1950 ദിവസം കേരള സംസ്ഥാനം ഉണ്ടാവുകയൊക്കെ ചെയ്തപ്പോൾ നിയമപ്രകാരം ഇന്ത്യ സ്വതന്ത്രമായി കഴിഞ്ഞാൽ അതുവരെയുള്ള എല്ലാ പാട്ടക്കരാറും റദ്ദാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അത് ഇനി പ്രത്യേകിച്ച് ഒരു നിയമത്തിന്റെ ആവശ്യമൊന്നുമില്ല, എല്ലാ പാട്ടക്കരാറും റദ്ദാക്കണം. അങ്ങനെയാണല്ലോ ഈ മുല്ലപ്പെരിയാർ വിഷയത്തെ നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും. പണ്ടത്തെ ഒരു എഴുതി കൊടുത്തതാണ്, പണ്ടത്തെ എഴുതി കൊടുത്തൊക്കെ കഴിഞ്ഞു. പിന്നെ അവിടെ വെറുതെ ഒരു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനോ സോഷ്യൽ മീഡിയയിൽ തിളങ്ങാനോ അല്ല മുനമ്പത്തെ വേദിയിലേക്ക് സന്തോഷ് പണ്ഡിറ്റ് എത്തിയിരിക്കുന്നത്. വെറുതെ നിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് കൊണ്ട് കാര്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായം വേണോ, നിങ്ങളുടെ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്,
ആ പ്രശ്നം പഠിച്ച് അവർക്ക് കൂടി കൺവിൻസ്ഡ് ആകുന്ന രൂപത്തിൽ അവതരിപ്പിച്ച് മാധ്യമങ്ങളിലേക്ക് ഈ വിഷയം കൊണ്ടുവന്ന് കൂടുതൽ ജനങ്ങളുടെ ശ്രദ്ധ ഈ വിഷയത്തിൽ വേണം എന്ന രൂപത്തിൽ ആ വിഷയത്തെക്കുറിച്ച് പഠിച്ച് ഒരു പ്രഭാഷണം തന്നെയാണ്, ഒരു കൺവിൻസിങ് തന്നെയാണ് സന്തോഷ് പണ്ഡിറ്റ് അവിടെ അവതരിപ്പിച്ചത്. ഇത് വെറും ഒരു മുനമ്പത്തെ ഏതാനും ആളുകളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. ഇത് സ്വതന്ത്ര ജനാധിപത്യ രാജ്യത്തെ മുഴുവനും ബാധിക്കുന്ന പ്രശ്നമാണ്. നമ്മുടെ ഡെമോക്രറ്റിക്കൽ കോൺസ്റ്റിറ്റ്യൂഷന് മേലെ 6-ാം നൂറ്റാണ്ടിന്റെ ഒരു ശരീഅത്ത് നിയമം പ്രവർത്തിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ്. അതുക്കും മേലെ എന്ന് പറയുന്നത് പോലെ ഇവരൊക്കെ നമ്മളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇവിടെ ഇങ്ങനെ ആരോപിക്കപ്പെട്ട വ്യക്തി ഇതെന്റെ മുതലാണ്, അതല്ലെങ്കിൽ വഖഫ് ബോർഡ് ഒന്ന് നോക്കുന്നു, അവർക്ക് അതിനോടൊരു ഭ്രമം തോന്നുന്നു, പിന്നീട് മുതൽ അത് അവരുടേതാണ്. ഇത് എന്ത് അനീതിയാണ്! ഇതിനെ നമുക്ക് ഒരു കോടതിയെയും സമീപിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. നമ്മൾ ഈ വഖഫ് ട്രിബ്യൂണലിന്റെ അടുത്ത് തന്നെയാണ് ഇവരാരോപിച്ചതിന്റെ വസ്തുതകളുമായി ചെല്ലേണ്ടത്. ഈ അനീതിക്ക് വിരാമം കുറിക്കാനുള്ള സമയം അതിക്രമിച്ചു പോയിട്ടുണ്ട്. നന്ദി.